ഈ പ്രകടന പത്രികയിൽ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കേരളത്തെ പോലെ കടക്കണിയിൽ നിന്നും കടക്കണിയിലേക്ക് പോയ, കാരണം കഴിഞ്ഞ 10 വർഷക്കാലം പിണറായിയുടെ സംഭാവന അതാണല്ലോ, ഇന്ത്യയിൽ ഏറ്റവും കടക്കണിയുള്ള സംസ്ഥാനമായി ഈ കൊച്ചു കേരളത്തെ മാറ്റി. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്ത് എവിടുന്ന് പൈസ എടുത്ത് ഇതൊക്കെ നടപ്പാക്കും എന്ന ചോദ്യം കേരളത്തിലെ സാമാന്യ മനുഷ്യൻ്റെയൊക്കെ മനസ്സിലുണ്ടാകുന്നതാണ്. നമസ്കാരം ഗൗതം, ഗോപിക. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-ന്റെ പ്രകടന പത്രികയിൽ, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിലാണ് 5 ഗ്യാരണ്ടികൾ ഏർപ്പെടുത്തിയത്. ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളായിട്ട് നടപ്പിലാക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ വാഗ്ദാനം നടത്തിയത്. അതിൽ ഒരു വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തുമെന്നുള്ളത്. അത് ഏകദേശം പാളിയ മട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സമരങ്ങളൊക്കെ കണ്ടതാണ്. ഈ കഴിഞ്ഞ 15-ാം തീയതി ഇത് എന്തായാലും ഇത്തരത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. എന്തായാലും 15-ാം തീയതി കഴിഞ്ഞിട്ട് 16-ലേക്ക് എത്തിയിരിക്കുന്നു. നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ 5 ഗ്യാരണ്ടികളാണ് ഏർപ്പെടുത്തിയത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തും, ആശാവർക്കർമാരുടെ വേതന വർധനവ്, അതോടൊപ്പം തന്നെ കോളേജിലെ വിദ്യാർത്ഥികൾക്ക്, ബിരുദ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതി, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ്, കുറഞ്ഞ നിരക്കിൽ കിട്ടുന്ന ഇന്ദിരാ ക്യാൻറ്റീൻ, ഇങ്ങനെയുള്ള ഈ 5 പദ്ധതികളാണ് വലിയ രീതിയിൽ ഈ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ നടപ്പിലാക്കുമെന്ന ഉറപ്പോടുകൂടി പ്രകടന പത്രികയിൽ അത് അച്ചടിക്കുകയും വ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലെല്ലാം ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഈ പദ്ധതികൾ, ഈ ഗ്യാരണ്ടികൾ നടപ്പിലാക്കുമോ എന്നതിലാണ് ഇപ്പോൾ കടുത്ത ആശങ്ക നിലനിൽക്കുന്നത്. കാരണം സംസ്ഥാനം മുഴുക്കടക്കണിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ 10 വർഷമെന്ന് പറയുന്നത് അധിക ചിലവ് നടത്തിയും അമിത ചിലവ് നടത്തിയുമെല്ലാം പിണറായി സർക്കാർ കടക്കണിയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. സ്വാഭാവികമായും അധിക സാമ്പത്തിക ബാധ്യത നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. മാത്രമല്ല, കടമെടുപ്പിലൂടെ അല്ലാതെ മറ്റ് കാര്യങ്ങൾ നടന്നു പോകില്ല എന്നൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. മുണ്ട് മുറുക്കി കൊടുക്കണം എന്നെല്ലാം നിരന്തരം പിണറായി സർക്കാർ പറയുകയും പിണറായി സർക്കാർ തന്നെ അതിവേയം നടത്തുകയും ചെയ്തൊരു സംസ്ഥാനം കൂടിയാണ്. അങ്ങനെ കടക്കണിയിലേക്ക് തള്ളിയിട്ട സംസ്ഥാനം കൂടിയാണ്. ആ സംസ്ഥാനത്തിലാണ് ഇത്തരം ഈ ഒരു ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്ന് പറയുന്നത്. ഇത്തരം ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ, അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000-ആയി ഉയർത്തുമ്പോൾ തന്നെ കോടികൾ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ആശാവർക്കർമാരുടെ വേതനം ഉയർത്തുമ്പോൾ അതിനും പ്രത്യേകം കോടികൾ മാറ്റിവെക്കേണ്ടി വരും. ഇങ്ങനെ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള തുക അനുവദിക്കുമ്പോഴായിക്കോട്ടെ, ഇത്തരം പദ്ധതികളെല്ലാം നടപ്പിലാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി മാത്രം മറ്റ് ഫണ്ട് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കും. നിലവിൽ സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ച് ഇത് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതിനോടൊപ്പം തന്നെ KSRTC നിന്നുള്ള വരുമാനം കൂടി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുകയാണെങ്കിൽ ആ KSRTC നിന്നുള്ള വരുമാനത്തിലടക്കം വരുമാനത്തിൽ ഇടിവ് സംഭവിക്കുകയും ചെയ്യും. ഇങ്ങനെ സംസ്ഥാനം വലിയ രീതിയിലേക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്ന കാര്യമാണ് നിലവിൽ സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി എന്നത് ഗ്യാരണ്ടിയായി ഇരിക്കും എന്നതല്ലാതെ നടപ്പിലാക്കാൻ അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്ര കണ്ട് വിജയിക്കും എന്ന കാര്യത്തിൽ നിലവിൽ സംശയമുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത്. ഏതായാലും വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് UDF-ഉം കോൺഗ്രസും പ്രചരണം നടത്തി ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നൊക്കെ പറയുന്നെങ്കിൽ പോലും അത് അതിൻ്റെ മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് ശേഷമുള്ള നടപ്പ് വശത്തിലേക്ക് എത്തുമ്പോഴേക്കും അത് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുകയും സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് നിർത്തിവെക്കേണ്ട നിലയിലേക്കൊക്കെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഇന്ദിരാ ഗ്യാരണ്ടി കൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ ഗുണങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഗൗതം. ഓക്കെ പ്രശാന്ത്, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും വാഗ്ദാനങ്ങൾ കേരളം പോലെ ഇത്രയും കടക്കണിയിൽ നിൽക്കുന്നൊരു സംസ്ഥാനത്ത് അത് എങ്ങനെ നടപ്പാക്കുമെന്ന പ്രാക്ടിക്കൽ വശം അത് ഇപ്പോൾ തന്നെ ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ്. KSRTC ബസ് യാത്ര ചെയ്യാറുണ്ടോ? ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ സൗജന്യമായി സ്ത്രീകൾക്ക് യാത്ര എന്ന് പറയുന്നത് കാര്യം ഓക്കെയാണ്. പക്ഷെ അത് ഗോപിക എങ്ങനെ പ്രാക്ടിക്കൽ, ഇത്രയും കടം നിറഞ്ഞു കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത് എങ്ങനെയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുകയാണ്.